10-20 വർഷമായിട്ട് പ്രമേഹ രോഗവുമായിട്ട് കൊണ്ട് നടന്ന ഒരാളോട് എന്തുകൊണ്ട് പ്രമേഹം വന്നു അല്ലെങ്കിൽ എന്താണ് പ്രമേഹം എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ളതും ഇപ്പോഴും ആ പഴയ ഡയലോഗ് തന്നെയായിരിക്കും. രക്തത്തിൽ ഷുഗർ കൂടുന്നതാണ് പ്രമേഹം. എന്നാൽ അങ്ങനെയല്ല. പ്രമേഹം എന്ന് പറയുന്നത് രക്തത്തിൽ ഷുഗർ കൂടുന്നതുകൊണ്ടല്ല, രക്തത്തിൽ ഇൻസുലിൻ കൂടുന്നത് കൊണ്ടാണ് പ്രമേഹം ഉണ്ടാവുന്നത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ശരീരത്തിൽ ഗ്ലൂക്കോസ് കൂടിയ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ രീതിയിൽ ഈ അസുഖത്തിനെ കുറിച്ച് പഠിക്കാമെന്നുണ്ടെങ്കിൽ വലിയൊരു ശതമാനം ആളുകൾക്ക് ഇതുവരെയും പ്രമേഹം വന്നിട്ടില്ല. അവർക്ക് അങ്ങനെയാണെങ്കിൽ വരാതെ നോക്കാൻ ഇത് സഹായകരമാവും. അതുകൊണ്ട് ഈ കാര്യത്തിനെ ഞാനൊരു കഥ രൂപേണ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ കഥ നടക്കുന്നത് ഒരു വ്യക്തിയുടെ ശരീരത്തിലാണ്. ഈ കഥയിൽ 3 കഥാപാത്രങ്ങളുണ്ട്. 1 കരളാണ്, 2 പാൻക്രിയാസ് ആണ്, 3 രക്തമാണ്. രക്തമാണ് ഈ കഥ നമ്മളോട് വിവരിക്കുന്നത്. രക്തമാണല്ലോ എല്ലാം പറഞ്ഞു തരുന്നത്. നമ്മൾ ലാബിൽ പോയി ബ്ലഡ് ചെക്ക് ചെയ്താൽ ബ്ലഡ് ആണല്ലോ എല്ലാം പറഞ്ഞു തരുന്നത്. കരളിൻ്റെയും പാൻക്രിയാസിൻ്റെയും സുഹൃത്ത് ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ആത്മബന്ധത്തിൻ്റെയും തെറ്റിദ്ധാരണകളുടെയും ഒരു കഥയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നതിന് മുമ്പ് കഥാപാത്രങ്ങളൊന്ന് പരിചയപ്പെടാം. ആദ്യത്തേത് കരളാണ്. കഥയിലെ നായകനാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരള്. 500-ൽ പരം വിവിധ തരം ജോലികൾ കരൾ ചെയ്യുന്നു. അതിൽ പ്രധാനപ്പെട്ട 2 ജോലി എന്ന് പറയുന്നത് 1 ഗ്ലൂക്കോസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്, 2 കൊഴുപ്പുണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ ഏത് സമയത്ത് നോക്കിയാലും ഗ്ലൂക്കോസ് കാണേണ്ട ഒരു കോൺസ്റ്റന്റ് ലെവൽ എന്ന് പറയുന്നത് 100 mg/dL ആണ്. കരളാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. കരൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ചിന്ന ഭിന്നമായി പോയിന്. എന്നാൽ കരള് ഇത് ഒറ്റയ്ക്കല്ല ഇത് ചെയ്യുന്നത്. തൻ്റെ ആത്മസുഹൃത്ത് പാൻക്രിയാസ് പറഞ്ഞിട്ടാണ് കരൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. പാൻക്രിയാസും കരളിനെ പോലൊരു ഗ്രന്ഥി തന്നെയാണ്. പലതരത്തിലുള്ള ഹോർമോൺ പാൻക്രിയാസും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട 2 ഒന്ന് ഇൻസുലിൻ, മറ്റൊന്ന് ഗ്ലൂക്കാഗോൺ. രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടിയാൽ പാൻക്രിയാസ് ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇൻസുലിൻ ഗ്ലൂക്കോസിനെ കുറയ്ക്കുന്നു. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞാൽ പാൻക്രിയാസ് ഗ്ലൂക്കാഗോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഗ്ലൂക്കാഗോൺ കരളിലെത്തിയിട്ട് കരളിനെ കൊണ്ട് ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ ഉണ്ടാക്കിപ്പിക്കുന്നു. അത് കാരണം രക്തത്തിൽ കുറഞ്ഞ ഗ്ലൂക്കോസിനെ കരൾ ഉൽപ്പാദിപ്പിച്ച് കോമ്പൻസേറ്റ് ചെയ്യുന്നു. ഈ രീതിയിൽ ഇവർ രണ്ടുപേരും കൂട്ടായി പരിശ്രമിക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ രക്തത്തിൽ ഗ്ലൂക്കോസ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ഇവർക്കിടയിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. ഇവർക്കിടയിൽ വളരെ നല്ല സൗഹൃദമാണ്. എന്തായാലും കരളും പാൻക്രിയാസും തൻ്റെ ഫ്രണ്ട്ഷിപ്പ് തുടരുകയാണ്. ഇവർ 2 ആളും സ്ഥിതി ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ശരീരത്തിലാണ്. ഈ വ്യക്തിയാണ് നമ്മുടെ കഥയിലെ വില്ലൻ. ഈ വ്യക്തി തൻ്റെ 25-ാമത്തെ വയസ്സിലാണ്. അതുകൊണ്ട് തന്നെ വലിയ മറ്റ് അസുഖങ്ങളൊന്നും തന്നെ ആ വ്യക്തിക്കില്ല. അങ്ങനെ ഇരിക്കെ ഈ വ്യക്തി തൻ്റെ ഭക്ഷണക്രമമെല്ലാം മാറ്റി. ഇപ്പോൾ അമിതമായ ചോറ്, പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ, ഏത്തക്ക, പഴം, ഉരുളക്കിഴങ്ങ്, കപ്പ, അതുപോലെ തന്നെ മദ്യം, കേക്ക്, പേസ്ട്രീസ്, പെപ്സി, കോക്കക്കോള, നിരവധി സാധനങ്ങൾ ഭക്ഷിക്കാനായിട്ട് തുടങ്ങി. എന്താ ഇപ്പോൾ സംഭവിക്കുന്നത്? രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടി. ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടായി, അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ ഒരു പ്രളയം തന്നെ ഉണ്ടായി. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കരള് തൻ്റെ ഉറ്റമിത്രമായ പാൻക്രിയാസിനെ ഒന്ന് നോക്കി. പാൻക്രിയാസ് വളരെ കൂളായിട്ട് പറയാണ്, നീ ടെൻഷൻ അടിക്കണ്ട, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. എന്നിട്ട് പാൻക്രിയാസ് എന്ത് ചെയ്തു? ആ വന്ന ഗ്ലൂക്കോസിൻ്റെ അത്രയും അളവിൽ തന്നെ നല്ല ശക്തമായിട്ട് അങ്ങോട്ടും ഇൻസുലിനെ ഉൽപ്പാദിപ്പിച്ചു. എത്ര തോത് ഗ്ലൂക്കോസ് വന്നോ അത്രയും തന്നെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ച് പാൻക്രിയാസ് ഇതിനിങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് സന്തോഷിച്ച് കരള് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ തൻ്റെ അന്നേ ദിവസത്തെ ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത് താൽക്കാലികമായിട്ടൊന്ന് മാറ്റിവെച്ചു. എന്നിട്ട് തൻ്റെ സുഹൃത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരുന്ന ഇൻസുലിനിൽ ഒരല്പം ഇൻസുലിൻ കരളുഞ്ഞെടുത്തിട്ട്, കുറേ ഗ്ലൂക്കോസ് ഉണ്ടല്ലോ രക്തത്തിൽ, കരളിനെ കൊണ്ട് പറ്റുന്നത് പോലെ കുറേ ഗ്ലൂക്കോസിനെ ഇയാളും എടുത്ത് അതിനെ ഗ്ലൈക്കോജനാക്കി മാറ്റി അയാളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ കുത്തിക്കയറ്റാൻ തുടങ്ങി. എന്തായാലും വലിയ രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കരളും പാൻക്രിയാസും അന്നേ ദിവസം വിജയശ്രീലാളിതരായി. വലിയൊരു ഗ്ലൂക്കോസ് പ്രളയത്തെയാണ് ഈ 2 സുഹൃത്തുക്കൾ ചേർന്ന് ഒരുമിച്ച് നിന്ന് അതിനെ തോൽപ്പിച്ചത്. അവരന്ന് സമാധാനമായി കിടന്നുറങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നത് രക്തമാണ്. രക്തത്തിലാണല്ലോ ഇതെല്ലാം നടന്നത്. രക്തം പിന്നെയും ഒഴുകിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ തൊട്ടടുത്ത ദിവസം ഈ വ്യക്തി വീണ്ടും ഭക്ഷിക്കാൻ തുടങ്ങുകയാണ്. തലേന്നത്തെ കേക്കും പേസ്ട്രിയും ഐസ്ക്രീമും കോക്കക്കോളയും എല്ലാം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്.
അയാൾ അതെല്ലാം കൂടെ എടുത്ത് വെച്ച് വീണ്ടും കഴിക്കാൻ തുടങ്ങുകയാണ്. ഇന്നലത്തെ ക്ഷീണം അങ്ങോട്ട് മാറിയില്ല. കരളും പാങ്ക്രിയാസും നോക്കുമ്പോഴേക്കും ഗ്ലൂക്കോസ് ഭയങ്കരമായിട്ട് വീണ്ടും കൂടി. ഇന്നലത്തെ പോലെ തന്നെ ഒരു ഗ്ലൂക്കോസിൻ്റെ പ്രളയം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പോലെ തന്നെ കരള് പാങ്ക്രിയാസിനെ ഒന്ന് നോക്കുന്നു. പാങ്ക്രിയാസ് പറയുന്നു, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാൻ നോക്കിക്കോളാം. പാങ്ക്രിയാസ് നല്ല രീതിയിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് ഇരിക്കുകയാണ്. കരൾ ഇന്നലെ പോലെ തന്നെ പാങ്ക്രിയാസിനെ സഹായിക്കാൻ വേണ്ടി തൻ്റെ 2 പ്രധാന ജോലിയിൽ ഒരു പ്രധാന ജോലിയായ ഗ്ലൂക്കോസിനെ തൽക്കാലം പ്രൊഡ്യൂസ് ചെയ്യാതെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് നിന്നും കുറച്ച് ഇൻസുലിൻ എടുത്തിട്ട് കുറേ ഗ്ലൂക്കോസ് ഉണ്ട്, ഈ ഗ്ലൂക്കോസിനെയൊക്കെ താൻ ഗ്ലൈക്കോജനാക്കി മാറ്റി ഇന്നലെ പോലെ തന്നെ തൻ്റെ ഉള്ളിലേക്ക് കുത്തി നിറയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ഇന്നലെ പോലെയല്ല, ഇന്നിപ്പോൾ ഗ്ലൈക്കോജൻ്റെ സീറ്റ് എല്ലാം ഫില്ലായി. ഇനി കരളിന് ഗ്ലൈക്കോജൻ കുത്തി കയറ്റി വെക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയിലേക്ക് മാറി. അങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ ഉറ്റമിത്രത്തിനോട് പറയാതെ കരൾ തൻ്റെ 2ാമത്തെ കർമ്മം സ്റ്റാർട്ട് ചെയ്യുകയാണ്. കൊഴുപ്പുണ്ടാക്കാൻ പോവുകയാണ്. പാങ്ക്രിയാസ് ഉണ്ടാക്കുന്ന അതേ ഇൻസുലിൻ്റെ സാന്നിധ്യത്തിൽ ഈ അമിതമായ ഗ്ലൂക്കോസിനെ കരള് ട്രൈഗ്ലിസറൈഡ്സ് ആക്കാൻ പോവുകയാണ്. അങ്ങനെ വലിയ തോതിൽ ട്രൈഗ്ലിസറൈഡ്സ് ആക്കി കരള് തൻ്റെ ഉള്ളിൽ തന്നെ ഇതെല്ലാം കുത്തി നിറയ്ക്കുകയാണ്. തൻ്റെ സുഹൃത്തിനോട് ഇത് പറഞ്ഞിട്ടില്ല. കരൾ അല്ലെങ്കിലും അങ്ങനെയാണ്, എല്ലാം ഉള്ളിൽ ഒതുക്കുന്ന ഒരാളാണ് ഈ കരളെന്ന് പറയുന്നത്. അങ്ങനെ ഈ വ്യക്തി എന്നും ഇതുപോലെ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരുന്നു. ഇതുപോലുള്ള ഭക്ഷണം കഴിച്ച് ഗ്ലൂക്കോസിൻ്റെ അളവ് വല്ലാതെ കൂടി. പാങ്ക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കരൾ ഇതുപോലെ തന്നെ ഇൻസുലിനെ എടുത്തുകൊണ്ട് കുറേ ഗ്ലൈക്കോജൻ ആക്കാൻ നോക്കുന്നു, അത് നടക്കുന്നില്ല. അതിനുശേഷം ട്രൈഗ്ലിസറൈഡ്സ് ഉണ്ടാക്കുന്നു. ട്രൈഗ്ലിസറൈഡ്സ് ഇങ്ങനെ ഉണ്ടാക്കി തൻ്റെ ശരീരത്തിലേക്ക് കയറ്റി വെച്ച് കരൾ ഇപ്പോൾ നല്ലൊരു സൈസായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വ്യക്തി ഒന്ന് സ്കാൻ ചെയ്തു തൻ്റെ വയറ്. എന്നിട്ട് സ്കാൻ റിപ്പോർട്ട് കണ്ടതിന് ശേഷം ഈ വ്യക്തി കരളിനോട് പറഞ്ഞു, ഫാറ്റി ലിവർന്ന്. ഇത് കേട്ടപ്പോൾ കരളാകെ തകർന്നുപോയി. കാരണം തനിക്ക് വേണ്ടി സകലമാന വിഷാംശങ്ങളും മാറ്റുകയും ഇത്രയും കൊഴുപ്പ് തനിക്ക് വേണ്ടി താൻ തിന്നുന്നതിൻ്റെ കാരണത്താൽ ഞാൻ എൻ്റെ ശരീരത്തിൽ കുത്തി നിറച്ച് എല്ലാം ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച് ഞാനൊന്ന് തടിച്ചപ്പോൾ ഞാൻ ഫാറ്റി ലിവർ. അന്ന് കരൾ ഒരു കാര്യം തീരുമാനിച്ചു, ഇനി എൻ്റെ ശരീരത്തിൽ ഞാൻ ഫാറ്റ് കുത്തി നിറയ്ക്കില്ല. ട്രൈഗ്ലിസറൈഡ്സ് എൻ്റെ ശരീരത്തിൽ വരുന്നതിനനുസരിച്ച് ഞാൻ രക്തം വഴി അത് എവിടോട്ടൊക്കെ എനിക്ക് വിടാൻ പറ്റുമോ അവിടോട്ടൊക്കെ ഞാൻ വിടും. പാങ്ക്രിയാസ് ചോദിച്ചു, അത് വേണോ? രക്തം ചോദിച്ചു, അത് വേണോ? കരൾ പറഞ്ഞു, ഐ ഡോണ്ട് കെയർ, ഞാനിത് വിട്ടുകൊണ്ടേയിരിക്കും. എത്ര ഗ്ലൂക്കോസ് വരുന്നോ അത്രയും ട്രൈഗ്ലിസറൈഡ്സ് ആയിട്ട് മാറ്റി ഞാനിത് എവിടെല്ലാം വിടാൻ പറ്റുമോ അവിടെല്ലാം വിടും. അങ്ങനെ വലിയ തോതിൽ ട്രൈഗ്ലിസറൈഡ്സ് കരളിൽ നിന്നും രക്തം വഴി പല സ്ഥലങ്ങളിലും പോകാൻ തുടങ്ങി, പല സ്ഥലങ്ങളിലും കെട്ടിക്കിടക്കാൻ തുടങ്ങി. തൻ്റെ ഉള്ളിലേക്ക് ഇത്രമാത്രം ട്രൈഗ്ലിസറൈഡ്സിനെ ഒഴുക്കി വിടുന്നത് കൊണ്ട് രക്തത്തിനും ചെറിയൊരു രീതിയിൽ കരളിനോടൊരു ദേഷ്യം തോന്നി തുടങ്ങിയായിരുന്നു. പക്ഷെ പാങ്ക്രിയാസ് പറഞ്ഞു, അതവൻ്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് എന്ന് പാങ്ക്രിയാസ് രക്തത്തിനെ ആശ്വസിപ്പിച്ചു. കാലം കുറേ കടന്നുപോയി. തന്നെ ഫാറ്റി ലിവർ എന്ന് വിളിച്ച ആ വ്യക്തിയെ തനി ഫാറ്റി ആക്കി മാറ്റി കരൾ. ആ വ്യക്തിക്ക് ഇപ്പോൾ പഴയതുപോലല്ല. അയാളുടെ വയറ് ചാടി, ബട്ടക്സ് ചാടി, ചെസ്റ്റ് ചാടി, കവിള് ചാടി, മൊത്തത്തിൽ തടിയനായി ആ വ്യക്തി. ഇപ്പോൾ തന്നെ ഫാറ്റി ലിവർ എന്ന് വിളിച്ച ആ ദേഷ്യം തീർക്കാൻ വേണ്ടി എല്ലായിടത്തും ട്രൈഗ്ലിസറൈഡ്സ് വിട്ട് ലിറ്ററലി ആ വ്യക്തി ഇപ്പോൾ തടിയനായി മാറി. പക്ഷേ വൈകിയാണെങ്കിലും കരൾ ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞു. കരളിന് ചുറ്റും ഇപ്പോൾ കൊഴുപ്പായി. പണ്ട് അവയവങ്ങൾ പരസ്പരം കാണുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഓരോ അവയവത്തിൻ്റെ ഇടയിലും വലിയ കൊഴുപ്പിൻ്റെ മതിലുകളാവാൻ തുടങ്ങി. ആർക്കും ആരെയും കാണാൻ പറ്റുന്നില്ല. കരളിനെ പാങ്ക്രിയാസിനെ കാണാൻ പറ്റുന്നില്ല, പാങ്ക്രിയാസിന് സ്പ്ലീനിനെ കാണാൻ പറ്റുന്നില്ല, സ്പ്ലീനിന് ഇൻറ്റെസ്റ്റൈനെ കാണാൻ പറ്റുന്നില്ല, ആർക്കും ആരെയും കാണാൻ പറ്റുന്നില്ല. ആകെയുള്ളൊരു ആശ്വാസം എന്ന് പറയുന്നത് ഇവരിലൂടെയൊക്കെ ഒഴുകി വരുന്ന രക്തം ഓരോരുത്തരുടെയും വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനമാണ് ആകെയുള്ളൊരു ആശ്വാസം എന്ന് പറയുന്നത്. എന്നാൽ രക്തവും പഴയതുപോലൊന്നും അല്ല. രക്തത്തിൽ ഇപ്പോൾ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവ് വളരെ കൂടുതലാണ്. മൂപ്പർക്ക് ഇപ്പോൾ പഴയതുപോലൊന്നും ഒഴുകാൻ പറ്റുന്നില്ല. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഒഴുകുന്നത്. ഇത് കണ്ടിട്ട് ഹാർട്ട് എന്ത് ചെയ്തു? ഹാർട്ട് തന്നെ കുറച്ച് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചൊന്ന് പുഷ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇത് കണ്ടപ്പോൾ ഈ വ്യക്തി ഒരു ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ഹാർട്ട് ഹൈപ്പർടെൻസീവാണ്, മരുന്ന് കഴിച്ചേ പറ്റുള്ളൂ. ഇത് കേട്ട ഹാർട്ട് രക്തത്തിനോട് ചോദിച്ചു, സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ഹൃദയം, ആ ഞാൻ എങ്ങനെയാണ് ഹൈപ്പർടെൻസീവ് ആവുക? ഇതെല്ലാം കേട്ട് പഴയതുപോലെ ഒഴുകാൻ പറ്റുന്നില്ലെങ്കിലും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് രക്തം വീണ്ടും ഒഴുകിക്കൊണ്ടേയിരുന്നു. കാലം പിന്നെയും കുറേ കഴിഞ്ഞു. പാങ്ക്രിയാസും ഇപ്പോൾ കൊഴുപ്പിൽ നിറഞ്ഞിരിക്കുക. എന്തായാലും ഫാറ്റി ലിവർ എന്ന് വിളിക്കുന്നത് പോലെ ഫാറ്റി പാങ്ക്രിയാസ് എന്ന് ആരും വിളിക്കില്ലല്ലോ എന്ന് ആശ്വസിച്ച് പാങ്ക്രിയാസ് ഇരിക്കുകയാണ്.
പക്ഷേ പാൻക്രിയാസിന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട്. താൻ ഉണ്ടാക്കുന്ന ഇൻസുലിൻ പണ്ടൊക്കെ 2 രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതായത് ഇൻസുലിൻ്റെ പ്രധാന ജോലി ഗ്ലൂക്കോസിനെ കോശങ്ങളുടെ ഉള്ളിൽ കടത്തിവിടുക എന്നുള്ളതായിരുന്നു. പക്ഷേ എല്ലാ കോശങ്ങൾക്കും അങ്ങനെ ഇൻസുലിൻ്റെ ആവശ്യമില്ല. ഇൻസുലിൻ ആവശ്യമുള്ള കോശങ്ങളുണ്ട്. ഉദാഹരണം മാംസകോശങ്ങൾ, കരൾ, അതുപോലെ തന്നെ കൊഴുപ്പ് കോശങ്ങൾ. എന്നാൽ ഇതല്ലാത്ത ശരീരത്തിലെ ബാക്കി ബഹുഭൂരിപക്ഷം കോശങ്ങൾക്കും ഗ്ലൂക്കോസ് അകത്ത് കയറാൻ ഇൻസുലിൻ്റെ ആവശ്യമില്ല. ഉദാഹരണം ഞരമ്പ് കോശങ്ങൾ, തലച്ചോറ്, രക്തകോശങ്ങൾ, അതല്ലെങ്കിൽ കണ്ണിലെ കോശങ്ങൾ, വൃക്കയിലെ കോശങ്ങൾ, കുടലിലെ കോശങ്ങൾ, ഇവർക്കാർക്കും തന്നെ ഇൻസുലിൻ്റെ ആവശ്യമില്ല. രക്തത്തിലെ ഗ്ലൂക്കോസ് അങ്ങനെ തന്നെ അവരുടെ അകത്ത് കയറിക്കോളും. അപ്പോൾ മാംസം ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിനെ അകത്തോട്ട് കയറ്റുന്നില്ല. ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് മാംസത്തിൻ്റെ ഉള്ളിലൊക്കെ ട്രൈഗ്ലിസറൈഡ്സ് നിറഞ്ഞിരിക്കുകയാണ്, കൊഴുപ്പ് നിറഞ്ഞിരിക്കുകയാണ്. ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണ്. ഇൻഫ്ലമേഷൻ ഇങ്ങനെ നിൽക്കുന്നത് കാരണം ഒരു ഗ്ലൂക്കോസിനെയും അകത്തേക്ക് കടത്തി വിടണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തോ തരത്തിലുള്ളൊരു റെസിസ്റ്റൻസ് അവിടെയുണ്ട്. നോക്കുമ്പോൾ എന്നും ഇൻസുലിൻ ഗ്ലൂക്കോസുമായിട്ട് ഇങ്ങനെ പടിവാതിക്കൽ നിൽക്കുന്ന സീൻ പതിവായി. ഗ്ലൂക്കോസ് കൂടുന്നു, പാൻക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവരതുപോലെ തന്നെ എല്ലാ കോശങ്ങളുടെയും മുമ്പിൽ ഇങ്ങനെ ഡോറിന് മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന സീൻ പതിവാവാൻ തുടങ്ങി. ഈ വ്യക്തി കഴിപ്പ് നിർത്തുന്നതുമില്ല, ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസും വളരെ കൂടുതലാണ്, അതുപോലെ തന്നെ ഇൻസുലിനും വളരെ കൂടുതലാണ്. അങ്ങനെ നിൽക്കുമ്പോൾ രക്തത്തിലോട്ടൊരു സൂചി വരുന്നു. ആ സൂചിയിൽ കുറേ ചോരയെ വലിച്ച് മുകളിലോട്ട് എടുക്കുന്നു. അതൊരു ലാബിലെ സൂചിയായിരുന്നു. ലാബിലെ പെൺകുട്ടി ഷുഗർ മാത്രമേ ചെക്ക് ചെയ്തുള്ളൂ. എന്നിട്ട് ആ വ്യക്തിയോട് പറഞ്ഞു, സാറേ ബ്ലഡ് ഷുഗറൊക്കെ കൂടുതലാണല്ലോ എന്ന്. ലാബിൽ ഇൻസുലിൻ നോക്കിയില്ല. അന്ന് ആ വ്യക്തിക്ക് മനസ്സിലായി ഷുഗറിൻ്റെ ആരംഭമായി എന്നുള്ളത്. കഥയിലെ നായകൻ കരൾ ഇതൊന്നും അറിയുന്നില്ല. കൊഴുപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുകയല്ലേ. ഒരുപാട് ഇൻസുലിൻ ഇപ്പോൾ രക്തത്തിലുണ്ട്. ഒരുപാട് ഇൻസുലിൻ ഉപയോഗിച്ച് കരളിങ്ങനെ ട്രൈഗ്ലിസറൈഡ്സ് ഉണ്ടാക്കി തലങ്ങം മെലങ്ങം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. പണ്ട് സുഹൃത്തിന് വേണ്ടി തൻ്റെ ഒരു ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ കർമ്മം നിർത്തിവെച്ച കരൾ ഇപ്പോൾ അതും തുടങ്ങിയിരിക്കുകയാണ്. കരൾ ഗ്ലൂക്കോസ് പ്രൊഡക്ഷനും തുടങ്ങി, കരൾ ഫാറ്റ് പ്രൊഡക്ഷനും തുടങ്ങി. കൊഴുപ്പ് ഉണ്ടാക്കുന്നുണ്ട്, ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നുണ്ട്. രണ്ടും തലങ്ങം വിലങ്ങം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഈ വ്യക്തി ഭക്ഷണം കഴിച്ച് രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടി നിൽക്കുകയാണ്. മറുഭാഗത്ത് കരളും ഗ്ലൂക്കോസിനും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. 2 രീതിയിലും ഗ്ലൂക്കോസ് ഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണ്. ആകെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ ഒരേ ഒരാളെന്ന് പറയുന്നത് പാൻക്രിയാസാണ്. പാൻക്രിയാസിന് പണ്ട് സുഹൃത്തിൻ്റെ സഹായമുണ്ടായിരുന്നു. എന്തോ തെറ്റിദ്ധാരണ കാരണം ഇപ്പോൾ ആ സുഹൃത്തും പാൻക്രിയാസിനെ സഹായിക്കുന്നില്ല. പാൻക്രിയാസ് ഒറ്റയ്ക്ക് ഈ വലിയ ഗ്ലൂക്കോസ് പ്രളയത്തെ നേരിടുകയാണ്. പാൻക്രിയാസിന് ആകെ പറ്റുന്നതെന്ന് പറയുന്നത് കുറേ ഇൻസുലിനെ കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കൊടുക്കുന്ന ഇൻസുലിൻ ഒന്നും തന്നെ ഗ്ലൂക്കോസിനെ മാംസകോശങ്ങൾക്കുള്ളിൽ കൊണ്ടുപോകാനും പറ്റുന്നില്ല. വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുക. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്ത് പാൻക്രിയാസ് അവശ്യ നിലയിലെത്തിയിട്ട് പാൻക്രിയാസ് രക്തത്തിനോട് പറഞ്ഞു, കരളിനോടൊന്ന് പോയി പറയാം എന്തിനാണ് ഇങ്ങനെ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത് എന്ന്. രക്തം പോയി കരളിനോട് ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത്? അപ്പോൾ കരൾ പറഞ്ഞു, പണ്ട് പാൻക്രിയാസ് എന്നോട് പറയുമായിരുന്നു എപ്പോൾ ഗ്ലൂക്കോസ് ഉണ്ടാക്കണം, എപ്പോൾ ഗ്ലൂക്കോസ് ഉണ്ടാക്കണ്ട എന്ന്. അവനിപ്പോൾ എന്നോടൊന്നും പറയുന്നില്ല, അതുകൊണ്ട് ഞാനിതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. സത്യത്തിൽ ഇവർ തമ്മിൽ ഉള്ള കമ്മ്യൂണിക്കേഷൻ മുടങ്ങാനുള്ള പ്രധാന കാരണം ഇവർക്കിടയിൽ വല്ലാതെ കൊഴുപ്പിൻ്റെ ഒരു വലിയ മതിൽ വന്നു എന്നുള്ളതാണ്. അതിനെ വിസറൽ ഫാറ്റ് എന്ന് വിളിക്കും. രക്തത്തിൻ്റെ കാര്യമെല്ലാം മനസ്സിലായി. ഈ അവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ വ്യക്തിയുടെ 25-ാം വയസ്സിൽ ഇൻസുലിൻ സെൻസിറ്റീവ് ആയിരുന്നു. മറ്റു അസുഖങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഏർലി ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു. നല്ല രീതിയിൽ ഇൻസുലിൻ കൂടുതലായിരുന്നു, പക്ഷേ ഷുഗർ നോർമലായിരുന്നു, അല്ലെങ്കിൽ നോർമലായി മെയിൻറ്റെയിൻ ചെയ്തു. അതിനുശേഷം കോമ്പൻസേറ്റഡ് ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു. അവിടെയും ഇൻസുലിൻ വളരെയേറെ കൂടുതലായിരുന്നു, പക്ഷേ ഷുഗർ നോർമലായിരുന്നു. രക്തം പറഞ്ഞു, ഒരു വട്ടമെങ്കിലും നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ഒന്ന് നോക്കാമായിരുന്നു നിങ്ങൾക്ക് ഈ അവസ്ഥ മനസ്സിലാക്കാൻ. നിങ്ങളത് ചെയ്തില്ല. എന്നിട്ട് ഇപ്പോൾ പ്രീ ഡയബറ്റിക് സ്റ്റേജിലേക്ക് വന്നു. പ്രീ ഡയബറ്റിക് സ്റ്റേജിലേക്ക് വന്നപ്പോഴാണ് ലാബിൽ പോയിട്ട് എൻ്റെ അടുത്തൊരു സൂചി കുത്തിയിട്ട് കുറേ ചോര എടുത്തുകൊണ്ട് പോയി ആ പെൺകുട്ടി പറഞ്ഞത് ഷുഗർ നേരിയ രീതിയിൽ കൂടുതലാണെന്ന്. അധികം താമസിയാതെ അഡ്വാൻസ്ഡ് ഡയബറ്റിക് സ്റ്റേജിലോട്ട് വരും. പിന്നെ ഒന്നും ചെയ്യാനില്ല, ഒരു തിരിച്ചുപോക്കുമില്ല. രക്തം പറയാണ്, ആരോട് പറയാനാണല്ലെങ്കിലും ഒരാൾ കരള് മത്സരിച്ച് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, കൊഴുപ്പും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മറ്റൊരാൾ മത്സരിച്ച് ഇൻസുലിൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. രക്തം പാൻക്രിയാസിനോട് താക്കീത് ചെയ്യുകയാണ്, കരളിനെ കണ്ടുകൊണ്ട് നീ ഒരിക്കലും ചെയ്യരുത്. കരള് ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ്. നിനക്ക് കരളിനോട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല, അവനോട് കോമ്പീറ്റ് ചെയ്യാൻ നിനക്ക് പറ്റില്ല, നീ ബുദ്ധിമുട്ടിലാകും എന്ന് രക്തം പാൻക്രിയാസിനോട് പറഞ്ഞതായിരുന്നു. പാൻക്രിയാസ് കേട്ടില്ല. ഒടുവിൽ അതങ്ങനെ തന്നെ സംഭവിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നോക്കുമ്പോൾ ശരീരത്തിൽ ഒരു തുള്ളി ഇൻസുലിൻ ഇല്ലാത്ത അവസ്ഥയിലേക്കായി. എന്താ പറ്റിയെന്നറിയില്ല.
രക്തം പെട്ടെന്ന് തന്നെ പാങ്ക്രിയാസിൻ്റെ അടുത്തെത്തി. ചോദിച്ചു, എന്താ ഇൻസുലിനൊന്നും ഇല്ലാത്തത്? പാങ്ക്രിയാസിൻ്റെ ആ ദയനീയമായ അവസ്ഥ കണ്ടപ്പോൾ ആകെ വിഷമമായി. പാങ്ക്രിയാസിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് തളർന്നു. ഇനി ഒരു യൂണിറ്റ് പോലും ഇൻസുലിൻ ഉണ്ടാക്കാൻ പാങ്ക്രിയാസിന് കഴിയാത്ത വിധമായി. രക്തം പറഞ്ഞു, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞു കരളിൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്യരുത്, നീ തോൽക്കുമെന്ന്. ഫൈനലി അത് അങ്ങനെ തന്നെ സംഭവിച്ചു. ഈ പാങ്ക്രിയാസിന് ഇനി ജീവിതകാലം മുഴുവൻ ഇൻസുലിൻ ഉണ്ടാക്കാൻ പറ്റുകയില്ല. ഈ സമയം എന്ത് സംഭവിക്കുന്നു? രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് 3-4 മടങ്ങ് വെച്ച് കൂടുതലാണ്. 300, 400, 500 ഒക്കെയായി ലാബിൽ പോയി ചെക്ക് ചെയ്യുമ്പോൾ. ഇവിടെ സംഭവിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ഇൻസുലിൻ്റെ ആവശ്യമില്ലാത്ത കോശങ്ങളുണ്ട് ഗ്ലൂക്കോസ് തൻ്റെ ഉള്ളിലേക്ക് എടുക്കാനായിട്ട്. ആ കോശങ്ങളുടെ ഉള്ളിലേക്ക് ഇത്രമാത്രം ഗ്ലൂക്കോസ് അടങ്ങിയ ചോരയാണ് അകത്തിലോട്ട് കയറുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഗ്ലൂക്കോസ് കൊണ്ടുള്ള സകലമാന ബുദ്ധിമുട്ടുകളും ആ കോശങ്ങൾക്കും വന്നു തുടങ്ങി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആ അസുഖങ്ങൾക്കൊക്കെ ഒരു പേരും ഇടാൻ തുടങ്ങി. എന്താണെന്നറിയോ? ഡയബറ്റിക് നെഫ്രോപ്പതി, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഡയബറ്റിക് കാർഡിയോമയോപ്പതി, ഡയബറ്റിക് എൻറ്ററോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതി. അങ്ങനെ ഡയബറ്റിക് എന്ന് ചേർത്ത് വെക്കുന്ന കുറേ അസുഖങ്ങളുടെ പേര് വരാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞു അത്രേ അയാൾക്ക് ഷുഗറാണെന്ന്. ഷുഗറാണെന്ന് കേട്ടപ്പോൾ ആ വ്യക്തി പെട്ടെന്ന് ചോദിക്കുകയാണ്, ഡോക്ടറെ, ഷുഗർ ആവാൻ മാത്രം ഞാൻ എന്ത് കഴിച്ചിട്ടാ? ഇതും കൂടി കേട്ട ആ രക്തം വല്ലാതെ അങ്ങോട്ട് തിളച്ച് കയറി. പക്ഷേ കഥയൊന്നുമില്ല. കുറച്ച് ESR കൂടിയതല്ലാതെ വലിയ കഥയൊന്നും പറയാനില്ല. രക്തം വീണ്ടും ഒഴുകിക്കൊണ്ടേയിരുന്നു. ഡോക്ടർ ആ വ്യക്തിയോട് പറഞ്ഞു, മിസ്റ്റർ, നിങ്ങൾക്ക് പ്രമേഹമായി കഴിഞ്ഞു. നിങ്ങളുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഇത്രയും കൂടുതലായിട്ട് ഇരിക്കാൻ കാരണം നിങ്ങളുടെ കരൾ അമിതമായ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ കരളിൻ്റെ ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ നിർത്തണമെങ്കിൽ നിങ്ങൾ മെറ്റ്ഫോർമിൻ കഴിച്ചെങ്കിലേ മതിയാവും. ഒരു കാര്യം ചെയ്തോളൂ, മെറ്റ്ഫോർമിൻ കഴിച്ചോണെങ്കിൽ രാവിലെയും വൈകിട്ടും ഈ ഗുളിക സ്റ്റാർട്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ എന്തായാലും പാങ്ക്രിയാസിന് ഇനി പഴയതുപോലെ ഇൻസുലിൻ ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. രാവിലെയും വൈകിട്ടും ഇത്ര യൂണിറ്റ് വെച്ച് നിങ്ങൾ കുത്തിയാൽ മതിയാവും. രക്തം പാങ്ക്രിയാസിൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് ഈ കഥയൊക്കെ പറഞ്ഞു. നീ അറിഞ്ഞോ? പുതിയ വിശേഷങ്ങളൊക്കെ അറിഞ്ഞോ? കരള് ഇനി പഴയതുപോലെ ഒരിക്കലും ഗ്ലൂക്കോസ് ഉണ്ടാക്കില്ല. പാങ്ക്രിയാസ് വെച്ച് അതെന്താ? മെറ്റ്ഫോർമിൻ കഴിക്കുന്നുണ്ട്, അയാൾക്ക് ഇനി ഗ്ലൂക്കോസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അത് ശരി. പിന്നെ നീ വേറൊരു കാര്യം അറിഞ്ഞോ? പണ്ട് നീ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഇൻസുലിൻ ഇല്ലേ, കാലം എത്ര ആയാലും മനുഷ്യനൊരിക്കലും അതുപോലത്തെ ഇൻസുലിൻ എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല. എന്നിരുന്നാലും അതുപോലെയൊക്കെയുള്ള ഒരു ഇൻസുലിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തി ഇപ്പോൾ രാവിലെയും വൈകിട്ടും 25-30 യൂണിറ്റ് വെച്ച് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിലും ഇപ്പോൾ പഴയതുപോലൊന്നും അല്ല. ആർക്കും ആരെയും കണ്ടുകൂടാ. എല്ലാവരെയും ശാന്തമാക്കിയിട്ടിരിക്കുകയാണ്. മെറ്റ്ഫോർമിനൊക്കെ കൊടുത്ത് കരളിനെ ശാന്തമാക്കിയിട്ടിരിക്കുകയാണ്. ആൻറ്റി ഹൈപ്പർടെൻസീവ്സ് കൊടുത്ത് ഹാർട്ടിനെ ശാന്തമാക്കിയിരിക്കുകയാണ്. പെയിൻ കില്ലേഴ്സ് കൊടുത്ത് ഞരമ്പിനെ ശാന്തമാക്കിയിട്ടിരിക്കുകയാണ്. ആൻറ്റാസിഡ്സ് കൊടുത്ത് വയറിനെ ശാന്തമാക്കിയിരിക്കുകയാണ്. രക്തക്കുഴലുകളൊന്നും ഇപ്പോൾ പഴയതുപോലെ വികസിക്കുന്നൊന്നുമില്ല. അവരും ഏകദേശം ശാന്തമാണ്. പിന്നെ ഇൻസുലിൻ്റെ ഇഞ്ചക്ഷൻ കുത്തുന്നതുകൊണ്ട് നിനക്കും വലിയ ജോലിയൊന്നും ഇല്ലല്ലോ. നീയും ഏകദേശം അരഭാഗം ശാന്തം തന്നെയാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ശരീരത്തിൽ ചലിക്കുന്നത് ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനിവിടെ ശാന്തമായാൽ മൊത്തത്തിൽ ശാന്തം. എങ്ങനെ ആർത്തുല്ലസിച്ച് രസിച്ചിരുന്ന അവയവങ്ങളായിരുന്നു. ഇന്ന് ഈ അവയവങ്ങൾക്ക് ഒന്നിനും ഒരു കഴിവില്ലാത്ത രീതിയിൽ ആർക്കും ആരെയും കാണുകയും വേണ്ടാത്ത അവസ്ഥയിലേക്കായി. ആ വ്യക്തിക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ല, 40-45 വയസ്സായിട്ടുള്ളൂ. പക്ഷേ ഈ അവയവങ്ങൾ ഒരുപാട് പ്രായം ചെന്നതായിപ്പോയി. രക്തം ഓരോ അവയവത്തിൻ്റെ ഇടയിൽ പോയിട്ട് കാര്യങ്ങളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ വ്യക്തി പറയുന്നത് ഇങ്ങനെ കേട്ടു. എടാ, കഴിച്ചാലും മരിക്കും, കഴിച്ചില്ലെങ്കിലും മരിക്കും, എന്നാൽ പിന്നെ കഴിച്ചിട്ട് മരിച്ചൂടെ എന്നും പറഞ്ഞ് ചോറും കപ്പയും കിഴങ്ങുകറിയും കഴിച്ചതിന് ശേഷം അത് ദഹിപ്പിക്കാനാണെന്നും പറഞ്ഞൊരു പഴം ഇരുന്നിങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ, ചായയിൽ പഞ്ചസാര ഇടണ്ട, എനിക്ക് ഷുഗറാണ്.